നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ കടുക്കാങ്കുന്നം റെയിൽവേ മേൽപ്പാലത്തിനു താഴെ രാത്രിയിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ഇവിടെ സ്ഥിരം പതിവാണെന്ന് പരിസരവാസികൾ പറയുന്നു. എന്നാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചപ്പോൾ നിങ്ങൾ വീഡിയോയും ഫോട്ടോയും എടുത്ത് അയക്കുക എന്നാണ് പറഞ്ഞതെന്ന് പരിസരത്തെ വീട്ടമ്മ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വീഡിയോയും ഫോട്ടോയും എടുത്ത് അയച്ചാൽ പരിസരത്തെ അയൽക്കാർ തമ്മിൽ വഴക്കുണ്ടാവും, പ്രശ്നമുണ്ടാവും എന്ന് ആ വീട്ടമ്മ പറയുന്നു. പരിസരവാസികൾ മാത്രമല്ല, മറ്റു പലരും ഇവിടെ കൊണ്ടുവന്ന് ദുർഗന്ധം വമിക്കുന്ന കോഴി വേസ്റ്റുകളും മറ്റും ഇടുന്നുണ്ടെന്നും നാട്ടുകാർ പരാതി പറഞ്ഞു. മാത്രമല്ല, ചാക്കുകെട്ടിൽ എന്താണ് ഉള്ളത് എന്ന ഭീതിയും ഉണ്ട്. ബോംബോ മറ്റോ ആണെങ്കിൽ പൊട്ടിത്തെറിക്കില്ലേ എന്നുള്ള ഭീതിയും ആ വീട്ടമ്മ പങ്കുവയ്ക്കുന്നു. ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ CCTV വെച്ച് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ചേച്ചി, ചാക്കിൽ ആരൊക്കെയാണ് കൊണ്ടുവന്നിടണമെന്ന് കാണുന്നില്ല. നമ്മൾ കാണില്ലല്ലോ, പുലർച്ചക്കല്ലേ. പുലർച്ചയ്ക്കാണ് കൊണ്ടുവന്നിടുന്നത്. നേരം വെളുത്തിട്ടാണ് അവിടെ കാണുന്നത്. ആരെന്നേ അറിയില്ല. ചാക്കില് എന്താണെന്നും കൂടി അറിയില്ല. അത് ആരാഴ്ച നോക്കുക, അവിടെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾക്കൊന്നും പരസ്പരം നമ്മൾ തമ്മിൽ പഴങ്ങണ്ടെന്നുള്ളതിൽ അവർ പറയുന്നത് ഒന്ന് ഫോണിലെടുക്ക് ഫ്രണ്ട് ഓഫീസിൽ തരുന്നതാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യാൻ നോക്കില്ല. എന്നാൽ നമുക്ക് എല്ലാവരും വേണ്ടവരാണ്. ഒരാളെ എല്ലാവരും കൊണ്ടിടുമ്പോൾ നമുക്ക് തമ്മിൽ പഴിയാക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊന്നും ഇടണില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഇട്ട് കത്തിച്ച് കളയണം. അപ്പോൾ അതെന്താണ് ഒരാഴ്ചയായി ചാക്ക് ഇവിടെ കൊണ്ടിട്ടിട്ട്. ചാക്കിൽ എന്താണെന്ന് അറിയില്ല. നമ്മൾ ആഴ്ച നോക്കും. ബോംബാണെങ്കിലോ അതാണ് നമ്മളിപ്പോൾ അതാണ് ഈ പൊട്ടി ഉണ്ടാവുമല്ലോ. നമ്മുടെ പേരമക്കളൊക്കെ ഇവിടെ കളിക്കുന്നതാണേ. നമ്മൾക്ക് ലോകം രൂപമില്ലാണ്ടാ കിടക്കുന്നത്. ഇപ്പോൾ തമ്മിൽ പഴികളായിട്ട് കിടക്കുന്ന സമയങ്ങളാണ്. മനസ്സിലായില്ലേ? അതിലെന്താണെന്നൊന്നും അപ്പോൾ പൊട്ടാണ്ടായപ്പോൾ പൊട്ടിയ പുക തന്നെ. ഞങ്ങൾ ഇതെന്താ കത്തിച്ചു വിടാത്തത്? റെയിൽവേക്കുള്ളതല്ലേ കത്തിച്ചു വിടാത്ത? എന്താണ്, പെട്രോൾ വണ്ടി വരും. കത്തിച്ചാലേ എല്ലാം പോവില്ലേ? അതല്ലെങ്കിൽ നമ്മൾ കത്തിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ കാറ്റാണ്. പോയി ഇങ്ങോട്ട് വണ്ടി പെട്ടെന്ന് വന്നാൽ ഒന്നായി കത്തിക്കും. പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടിയൊക്കെ പോകണതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മാലിന്യം കത്തിക്കണില്ല. ഒരിക്കൽ ഇത്തിരി കത്തിച്ചതും തീ അങ്ങോട്ട് കാറ്റത്ത് പോണു. 10-20 കുടം വെള്ളം കൂട്ടി ഞാൻ എടുത്തിട്ട് പോയി. പേടിച്ചിട്ട് വണ്ടി വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ മകനെനിക്ക് ചീത്ര, അമ്മ അങ്ങനെ ചെയ്യരുത്, പെട്രോൾ വണ്ടി വന്നാൽ ഒന്നായി പൊട്ടിത്തെറിക്കും. അത് പറഞ്ഞിട്ട് നമുക്ക് കത്തിക്കാനും പോകില്ല, ഞങ്ങൾ ഒന്നിനും പോകില്ല. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.